ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ അതാ ഇന്ന് വന്നിട്ടുള്ളത് നമ്മളൊരു സ്പെഷ്യൽ അച്ചാറിൻ്റെ റെസിപ്പിയാണ്. അതായത് മാങ്ങ വെച്ചിട്ട് ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോണത്. ഇതുപോലെ അച്ചാർ ഉണ്ടാക്കി നോക്കിയാൽ വർഷങ്ങളോളം കേടുകൂടാതിരിക്കും. അപ്പോൾ ഇതിലൊരു മെയിൻ സാധനം നമ്മൾ കൂട്ടുണ്ട്. അപ്പോൾ അച്ചാറിനൊരു വെറൈറ്റി ടേസ്റ്റ് കിട്ടും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലൈക്കൻ ഒന്ന് അണേബിൾ ചെയ്തോളൂ. എന്നാലാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ അത് അച്ചാറിടാൻ വേണ്ടിയിട്ട് ഞാൻ 3 മാങ്ങ എടുത്തിട്ടുണ്ട്. 3 മാങ്ങ എടുത്ത് നന്നായി കഴുകി വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ ഒന്ന് നന്നായി തുടച്ചെടുക്കണം നമുക്ക്. അപ്പോൾ ഇതുപോലെ അച്ചാറിടുകയാണെങ്കിൽ നമ്മൾ കുറേ നാൾ കേടുകൂടാതിരിക്കും കേട്ടോ. അപ്പം ഞാനൊരു നല്ലൊരു കോട്ടൻ്റെ വെള്ളത്തുണി വെച്ചിട്ട് നന്നായിട്ട് നമുക്ക് ഒപ്പിയെടുക്കാം കേട്ടോ. അത് വീണു പൊട്ടിച്ചപ്പോൾ ഒന്ന് വീണതാണ് കേട്ടോ. നന്നായി തന്നെ നമുക്ക് തുടച്ചെടുക്കാം തുണി കൊണ്ട് തുടച്ചതിന് ശേഷം. അപ്പോൾ അതാ നമ്മുടെ മാങ്ങ നമുക്ക് കഷ്ണങ്ങളാക്കാം. തൊലി ചെത്തണ്ട കേട്ടോ. നമ്മൾ മൂവാണ്ട മാങ്ങ എടുത്തിട്ടുള്ളത്. ഞാനൊരു 3 മാങ്ങ എടുത്തിട്ടുണ്ട്. അതായത് ഒരു 1 കിലോന് ഉണ്ടാവും കേട്ടോ. ഈ മാങ്ങ എല്ലാം കൂടിയിട്ടൊരു 1 കിലോൻ്റെ അടുത്ത് ഉണ്ടാവും. വലിയ മാങ്ങ കേട്ടോ. അപ്പോൾ അതാ നമുക്കത് അച്ചാറിന് വേണ്ടിയിട്ട് പീസോളാക്കാം. നല്ല പുളിയുണ്ട്. നമ്മുടെ ചാനലിൽ നമ്മൾ ചെത്തുമാങ്ങയുടെയും മാങ്ങ ഉപ്പിലിടുന്നതിൻ്റെയും ഒക്കെ റെസിപ്പി ഉണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ചേർത്ത് നോക്കിയാൽ ഇതിൽ നമ്മളൊരു സാധനം ചേർക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി കൂട്ടി നിങ്ങൾ അച്ചാർ ഇടുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ അച്ചാറിടുമ്പോൾ. അപ്പോൾ ഞാൻ മാങ്ങയൊക്കെ ഒന്ന് ചെത്തി പീസാക്കിയിട്ട് വരാം കേട്ടോ. നല്ല മാങ്ങ കേട്ടോ, നല്ല പുളിയുണ്ട്. അപ്പോൾ പീസാക്കിയിട്ട് വരട്ടെ. അപ്പോൾ അതാ മാങ്ങയൊക്കെ പീസാക്കി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അതാ നമുക്ക് കഷ്ണങ്ങളാക്കി എടുക്കണം. അപ്പം നമ്മൾ തൊലി ചെത്തണില്ല കേട്ടോ. തൊലി ചെത്തേണ്ട ആവശ്യമില്ല. മൂവാണ്ട മാങ്ങ വെച്ചിട്ട് അച്ചാറിടുമ്പോൾ നമ്മൾ തൊലി ചെത്തേണ്ട ആവശ്യമില്ല. അപ്പോൾ ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്കതൊന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ. ഞാനിതിപ്പോൾ രാത്രിയാണ് കേട്ടോ അരിഞ്ഞു വയ്ക്കണത്. അപ്പോൾ അതൊക്കെ പീസാക്കി വരട്ടെ. അപ്പോൾ അതാ മാങ്ങ ഞാൻ മൊത്തം അരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു മൺചട്ടിയിലേക്ക് ഇടാം. മൺചട്ടിയിൽ ഞാൻ ഉപ്പിട്ട് വയ്ക്കാം കേട്ടോ. ഞാനിപ്പം ഞാൻ പറഞ്ഞില്ലേ രാത്രിയാണ് ഇതിട്ട് വയ്ക്കണത്. അപ്പം ഞാൻ ഒരു 1.5 ടീസ്പൂൺ ഉപ്പിട്ട് വയ്ക്കുന്നുണ്ട്. ഉപ്പിട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി വയ്ക്കാം. വെള്ളാംശം തീരെ പാടില്ല കേട്ടോ. അപ്പോൾ ഈ ചട്ടി എടുത്തതിൽ ഒട്ടും വെള്ളം പാടില്ല. നമ്മൾ ഈ അച്ചാർ കേടുകൂടാതിരിക്കണമെങ്കിൽ വെള്ളാംശം പാടില്ല കേട്ടോ. വെള്ളത്തിൻ്റെ അംശം തെറ്റിയാൽ പെട്ടെന്ന് പൂപ്പൽ വരും കേട്ടോ. ഇനിയിപ്പോൾ നമുക്കിത് നാളെ എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് വേണമെങ്കിൽ ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കാം. പുറത്ത് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതെടുത്ത് ഇതൊന്ന് നമുക്ക് മൂടി വയ്ക്കാം കേട്ടോ. അപ്പോൾ അതാ ഞാൻ മാങ്ങയിൽ ഉപ്പ് തിരുമ്പി വെച്ചിട്ടുണ്ടെന്ന് ഇന്നലെ കാണിച്ചില്ലേ. ഇന്നലെ കാണിച്ചിട്ട് ഇപ്പോൾ ഇന്ന് എടുക്കുന്നതാണ് കേട്ടോ വീഡിയോ. അപ്പോൾ അതാ നമുക്ക് നന്നായി ഉപ്പ് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. മാങ്ങ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഒരു കഷ്ണം കഴിക്കാം. വായിൽ വെള്ളം വരുന്നുണ്ട്. അടിപൊളിയാട്ടോ. അതിപ്പോൾ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് തുറന്നെടുത്തിട്ട് ഇതിൽ 2 മാങ്ങയുടെ അവസ്ഥയായി. ഒക്കെ വാരി തിന്നലായിരുന്നു പിള്ളേർക്ക് വെക്കേഷനായ സ്ഥിതിക്ക് പെട്ടെന്ന് ഇത് ചിലവാകും കേട്ടോ. ഈ അച്ചാർ ഇടയ്ക്കിടയ്ക്ക് അവർ നന്നായി വാരിയെടുത്ത് തിന്നും. ഇങ്ങനെ തിന്നാൻ തന്നെ നല്ല ടേസ്റ്റാണ്. മക്കളല്ല, നമ്മൾ വലിയവർക്കും അതെ ഇതുപോലെ തലേദിവസം ഉപ്പിട്ട് വെച്ച് തിന്നാം. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. തിന്നതൊന്നും അച്ചാറിന് ഉണ്ടാവില്ല. അപ്പം നമുക്ക് അച്ചാറിടാൻ നോക്കാം. അപ്പോൾ ഇതാ ഒരു പാൻ അടുപ്പമിക്ക് വെച്ചിട്ടുണ്ട്. ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാനിതാ 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ 1 ടീസ്പൂൺ ഇട്ടിട്ടുള്ളൂ. നിങ്ങൾ എത്രയും മാങ്ങ എടുത്തതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നിങ്ങൾ കടുക് കൂട്ടിയിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ ഞാനൊരു 3 മാങ്ങയല്ലേ എടുത്തിട്ടുള്ളൂ.
അപ്പം മാങ്ങ എടുക്കുന്നതിനനുസരിച്ച് കടുകിൻ്റെ അളവ് കൂട്ടിയെടുക്കണം കേട്ടോ. നന്നായി കടുകൊക്കെ ഒന്ന് ചൂടായി പൊട്ടട്ടെ കേട്ടോ. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ നമുക്കൊരു 1/2 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. രണ്ടും കൂടി കടുക് പൊട്ടിയതിന് ശേഷം കേട്ടോ നമുക്ക് ഉലുവ ഇടാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ തീ സിമ്മിലിട്ട് വയ്ക്കണം. എന്നിട്ട് ഇത് രണ്ടും കൂടിയിട്ട് നന്നായി ഒന്ന് ചൂടാക്കി എടുക്കുക കേട്ടോ. ഉലുവ അധികം ഇടരുത് കേട്ടോ. ഞാൻ കടുക് 1 ടീസ്പൂൺ ഇട്ട സ്ഥിതിക്ക് 1/2 ടീസ്പൂൺ ഉലുവയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഉലുവയുടെ അളവ് കൂടിക്കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഇതൊന്ന് നന്നായി ചൂടാക്കുക. ഇനി ഇതിലൊരു സ്പെഷ്യൽ കൂട്ടാണ് നമ്മൾ അടുത്തത് ഇടാൻ പോണത്. നമ്മളത് അതിൽ പൊട്ടുമ്പോൾ നമുക്കൊരു 2 ഏലക്കായ ഇട്ട് കൊടുക്കാം. ഏലക്കായ കൂടരുത്. 3 മാങ്ങയ്ക്ക് അതൊരു കണക്ക് 2 ഏലക്കായ മാത്രം ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ അത് അതിൻ്റെ കൂടെ ചൂടാവുമ്പോൾ ഇതൊന്നും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കുക. ഏലക്കായൊക്കെ ഒന്ന് മൂത്ത് ഒന്ന് കളറൊക്കെ ഒരു മാറ്റം വരും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒന്ന് ചൂടായാൽ മതി കേട്ടോ. നല്ല ചൂടുണ്ട്. അപ്പോൾ ഏലക്കായയുടെ നിറമൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പാത്രത്തിൽ നിന്ന് ഇതിൽ നിന്ന് മാറ്റി കൊടുക്കാം കേട്ടോ. ഈ പാത്രത്തിൽ തന്നെ വയ്ക്കരുത്. ഇതിൽ നിന്ന് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ആക്കി കൊടുക്കാം. ഇനി അടുത്തായിട്ട് നമ്മൾ അച്ചാറിലേക്കുള്ള മുളക് പൊടി ഒരു പാത്രത്തിലിട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ 3 ടീസ്പൂൺ മുളക് പൊടി നിറച്ചെടുത്തിട്ട് ഞാൻ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ കളറിന് ആവശ്യമുള്ള 1 ടീസ്പൂൺ മുളക് പൊടി ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. കാശ്മീരി മുളക് പൊടിയാണ്. അപ്പോൾ ഞാൻ 1 ടീസ്പൂൺ എടുത്തിട്ടുള്ളൂ കേട്ടോ. മുളക് പൊടി ഫസ്റ്റ് നമ്മളിതുപോലെ മാറ്റിയെടുത്ത് വയ്ക്കണം കേട്ടോ. അല്ലെങ്കിൽ ആ സമയത്ത് എടുക്കാൻ നിന്നുണ്ടെങ്കിൽ ശരിയാവില്ല. അപ്പോൾ അതാ രണ്ടും കൂടി ഒന്ന് ഞാൻ മിക്സ് ചെയ്യാണ്. 2 മുളകും കൂടി മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ മറ്റേ മുളക് നല്ല എരിവുള്ളതാട്ടോ. അത് കാരണം 3 ടീസ്പൂൺ എടുത്തിട്ടുള്ളൂ. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുള്ളൂ. നന്നായി മിക്സ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ അതാ നമ്മുടെ ഉലുവയും കടുകും ഏലക്കായും പൊടിച്ച് വന്നിട്ടുണ്ട്. നല്ല സ്മെല്ലാണ് കേട്ടോ. അത് നല്ലൊരു സ്മെല്ലുണ്ട്. അപ്പോൾ ഏലക്കായ നിങ്ങൾ ഒഴിവാക്കരുത്. എന്തായാലും നിങ്ങൾ അച്ചാറുണ്ടാകുമ്പോൾ ഇതൊന്ന് ഇട്ട് നോക്കി വെക്കുക കേട്ടോ. ഇത് മിക്സിയിൽ പൊടിക്കാൻ പറ്റിയില്ല, കുറച്ചല്ലേ ഉള്ളൂ. അപ്പോൾ ഞാൻ അമ്മീമ ഒന്ന് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് ഫൈനായിട്ട് പൊടിച്ചെടുക്കുകയൊന്നും വേണ്ട. ഒന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നല്ലൊരു മണം കിട്ടും. ഇത് എന്തായാലും സ്കിപ്പ് ചെയ്യരുതേ. അടുത്തായിട്ടൊരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിന്ന് വെളിച്ചെണ്ണയിലാണ് അച്ചാറിടുന്നത്. കുറേ നാൾ കേടുകൂടാതിരിക്കണമെങ്കിൽ നിങ്ങൾക്ക് എണ്ണയിലിടാം കേട്ടോ. എണ്ണയിലിടാം. വെളിച്ചെണ്ണയായാലും കേടുകൂടാതിരിക്കും. ഇത് പെട്ടെന്ന് തീരുന്ന കാരണമാണ് കേട്ടോ ഞാൻ വെളിച്ചെണ്ണ എടുത്തത്. കുറച്ചുകൂടി കൂടുതൽ ടേസ്റ്റ് കിട്ടണമെങ്കിൽ നമ്മൾ നല്ലെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. എണ്ണ നന്നായിട്ട് ചൂടാവട്ടെ. ഈ അച്ചാറിൻ്റെ റെസിപ്പിയിൽ നമ്മൾ വെളുത്തുള്ളിയും ഇഞ്ചിയൊന്നും ഇടുന്നില്ല കേട്ടോ. വെളുത്തുള്ളി ഇഞ്ചൊക്കെ ഇട്ടിട്ട് വേറൊരു റെസിപ്പി നമുക്ക് പിന്നെ ഇടാം. ഇതിൽ നമ്മൾ മെയിനായിട്ടൊരു ഏലക്കായ ചേർത്തിട്ടുള്ളത്. ഇത് ചേർത്ത് നിങ്ങൾ മാങ്ങച്ചാറൊന്ന് ഉണ്ടാക്കി നോക്കി നോക്കുക. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ അതാ എണ്ണ ചൂടായതിന് ശേഷം ഒരു 10 മണി കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ. കടുക് പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഞാനിതാ 1 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഈ മുളക് പൊടിയിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അതും കൂടി ഒന്ന് മിക്സ് ചെയ്യാം നമുക്ക്. അപ്പോൾ അതാ മുളകൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സിമ്മിലാക്കി ഇടണം കേട്ടോ. തീ കുറവിലിടണം. ഇനി ഞാൻ അടുത്തായിട്ട് നമ്മൾ ഈ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിക്കുക കേട്ടോ. ഈ സമയത്ത് ഇടാൻ നിന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും കേട്ടോ. അതാണ് ഫസ്റ്റ് നമ്മളൊരു പാത്രത്തിലേക്ക് അളന്നെടുത്ത് വെക്കണം. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്ന വരെ ഈ എണ്ണയിലൊന്ന് നന്നായി മൂപ്പിച്ച് കൊടുക്കുക. നന്നായി ഒന്ന് മൂക്കട്ടെ. നല്ലൊരു സ്മെല്ല് വരട്ടെ. അതാണ് ഞാൻ ആ ഒരു പാത്രത്തിലേക്ക് ആദ്യം മാറ്റി വെച്ചത് കേട്ടോ. അല്ലെങ്കിൽ ഇപ്പോൾ ഒപ്പം 1 ടീസ്പൂൺ അളന്നിടുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇപ്പോൾ സിമ്മ് ചെറുതായിട്ട് വേണം കേട്ടോ ഇടാൻ. മുളകൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ മാങ്ങ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഉപ്പൊക്കെ ഇട്ട കാരണം നല്ല ഉപ്പ് വെള്ളമൊക്കെ ഇതിലുണ്ട് കേട്ടോ. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഈ അച്ചാർ. അതും ഞാൻ ഈ മൺപാത്രത്തിൽ മിക്സ് ചെയ്തിട്ട് എടുത്ത് വയ്ക്കുക ചെയ്തത്. നമ്മൾ സ്റ്റീലിൻ്റെ പാത്രത്തിലൊന്നും ഉപ്പിട്ടിട്ട് എടുത്ത് വയ്ക്കരുത് കേട്ടോ.
നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം ഇളക്കിയതിന് ശേഷം നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള കൂട്ട് നമുക്കിതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ലാസ്റ്റ് നമുക്കൊരു കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. 1/2 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായി ഇളക്കുക. നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. നമ്മൾ ഏലക്കായ ഇട്ട കാരണം ഒരു അടിപൊളി സ്മെല്ലും നല്ല ടേസ്റ്റാട്ടോ ഈ അച്ചാറിന്. നമ്മളൊരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ എങ്ങനെയുണ്ടെന്ന്. ഞാനതൊരു സെക്കൻഡ് ടൈം ആട്ടോ ഇതുപോലെ ഉണ്ടാക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. അപ്പം മാങ്ങ കഴിയുമ്പോഴേക്കും നിങ്ങൾക്കൊന്ന് വീഡിയോ എടുത്ത് കാണിച്ചു തരാമല്ലോ എന്ന് വെച്ചിട്ട് ഇട്ട വീഡിയോ ആണ്. മാങ്ങയുടെ റെസിപ്പിയൊക്കെ നമ്മുടെ ചാനലിൽ ഇഷ്ടം മാതിരിയുണ്ട്. അപ്പം നിങ്ങളെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇനി നമുക്ക് കുറച്ച് ചാറ് പോലെ വേണമല്ലോ. അപ്പോൾ നമുക്ക് കുറച്ച് സുറുക്ക ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ദാ കുറച്ച് സുറുക്ക ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ മാങ്ങ എടുക്കുന്നതിനനുസരിച്ചുള്ള അളവ് നിങ്ങൾ കൂട്ടി കൊടുക്കണം കേട്ടോ. 3 മാങ്ങയ്ക്കുള്ള അളവാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളനുസരിച്ച് അളവ് എരി വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് കൂട്ടിയെടുത്തോളൂ. അത്യാവശ്യം എരിവൊക്കെ ഇതിലുണ്ട് കേട്ടോ. 3 ടീസ്പൂൺ നല്ല എരിവുള്ള മിളകാ, പിന്നെ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി ഇട്ടിട്ടുള്ളൂ. അപ്പോൾ അതാ എല്ലാം സെറ്റായിട്ടുണ്ട്. ഇതിപ്പോൾ ഇപ്പം തന്നെ കൂട്ടി തുടങ്ങാം. നമ്മൾ ഇന്നലെ ഉപ്പ് പുരട്ടി വെച്ച കാരണം ശരിക്കും ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് ഉപ്പ് ഇട്ട് നോക്കാം കേട്ടോ. ഉപ്പൊക്കെ ഒന്ന് സെറ്റായി ഒന്ന് ചൂടായി വരട്ടെ. അപ്പോൾ നമുക്ക് ഉപ്പിൻ്റെ അളവൊക്കെ കറക്റ്റ് അറിയാൻ പറ്റും. എന്നിട്ട് നമുക്ക് ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ അതാ ഉപ്പ് കുറച്ച് കുറവുണ്ടായിരുന്നു. അപ്പോൾ ഉപ്പ് ഞാൻ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ സ്പെഷ്യൽ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇനി ചൂടാറട്ടെ. ചൂടാറിയതിന് ശേഷം നമുക്ക് ചില്ല് ബോട്ടിലെടുത്ത് സൂക്ഷിച്ച് വയ്ക്കാം. കുറേ നാളിങ്ങനെ കേടുകൂടാതിരിക്കും കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ അച്ചാർ സെറ്റായിട്ടുണ്ട്. നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ 2 ആൾക്കാർക്ക് കൊടുക്കാം കേട്ടോ. നമ്മുടെ 2 ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ കളിക്കാൻ വന്നതാണ്. അപ്പം നമുക്ക് അച്ചാർ നമുക്ക് ഇവർക്ക് ടേസ്റ്റ് ചെയ്ത് കൊടുത്തു നോക്കിയേക്കാം കേട്ടോ. ജിത്ത് കഴിച്ചിട്ട് എങ്ങനെയുണ്ട് ഇത് പറയും. ആനിതെന്നാ എങ്ങനെയുണ്ട്? സൂപ്പർ. അപ്പോൾ അച്ചാറിൻ്റെ ടേസ്റ്റ് നോക്കിയ ആൾക്കാരെ നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ വെക്കേഷൻ ടൈം ആയ കാരണം ഇതൊക്കെ പെട്ടെന്ന് ചിലവാകും കേട്ടോ. അത് കാരണമാണ് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ടാക്കിയത്. അപ്പോൾ നിങ്ങൾ കുറച്ച് ദിവസം കേടാവാതിരിക്കണമെങ്കിൽ നല്ലെണ്ണ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയോളൂ. അപ്പോൾ ഇത് നമുക്ക് ബോട്ടിലാക്കി എടുത്ത് വയ്ക്കാം കേട്ടോ. എടുത്ത് വയ്ക്കലൊന്നുമില്ല, ഇത് പെട്ടെന്ന് തന്നെ കഴിയും. ഇത് ഉപ്പിലിട്ട് ഇന്നലെ തന്നെ വെച്ചപ്പോൾ തന്നെ പകുതി കഴിഞ്ഞു. ഇന്ന് കാലത്തെടുത്ത് ഓരോരുത്തർ കോരി തിന്ന് തുടങ്ങി. അപ്പോൾ പിന്നെ ഇതിൻ്റെ കാര്യം പറയണ്ട. നമുക്ക് എന്തായാലും ഒരു വെക്കേഷൻ സമയത്തൊക്കെ ഇത് പെട്ടെന്ന് ചിലവാകുന്നൊരു സാധനം തന്നെയാണ് അച്ചാർ. സ്കൂളിൽ പോകുമ്പോഴൊന്നും പിന്നെ അങ്ങനെ കഴിക്കില്ലല്ലോ. ഇവിടെ ആകുമ്പോൾ ചോറുണ്ണുമ്പോഴൊക്കെ കഴിക്കും. അപ്പോൾ പിള്ളേർ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് എന്തൊട്ട് ഉണ്ടാക്കണേന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു അച്ചാറാണ്, ടേസ്റ്റ് നോക്കാൻ നിങ്ങളെ വിളിക്കാട്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് കുപ്പിയിലാക്കിയിട്ട് എടുത്ത് വയ്ക്കാം. അപ്പോൾ ചില്ല് കുപ്പിയിലാക്കിയിട്ട് എടുത്ത് വയ്ക്കുന്നുണ്ട്. എത്ര ദിവസത്തേക്ക് ഉണ്ടെന്ന് അറിയില്ല. അപ്പോൾ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാറായി. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു ദിവസം പുതിയ ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ ബൈ.